Hi all, welcome back to Domain of Physics. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 12 ഫിസിക്സിലെ CBSE ബോർഡ് എക്സാമിന് ടേം 1 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നാളെയാണ് നമ്മുടെ CBSE ബോർഡ് എക്സാം എന്ന് പറയുന്നത് ക്ലാസ് 12ൻ്റെത് ഫിസിക്സിന്റെ എക്സാം. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അതായത് നമ്മുടെ ഈ ടേം 1 എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മുടെ ടേം 1ന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടേം 2ന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക. കോൾ ചെയ്താൽ കിട്ടില്ല. വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതായിരിക്കും. ഏകദേശം 2000 റുപ്പീസിന് നിങ്ങളുടെ ടേം 1ന്റെ അതായത് 2000 രൂപയ്ക്ക് നിങ്ങളുടെ സെക്കൻഡ് ടേമിന്റെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓൾറെഡി ടേം 1 ജോയിൻ ചെയ്തവരുണ്ട്, അവർക്ക് ടേം 2 ഫ്രീ ആയിരിക്കും, മീൻസ് അത് അവൈലബിൾ ആയിരിക്കും. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ടേം 2ലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോളോ സ്പെറിക്കൽ കണ്ടക്ടർ വിത്ത് എ ചാർജ് ഓഫ് 500 കൂളോം ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് ഓഫ് 562.5 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇറ്റ്സ് സർഫസ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹോളോ സ്പെറിക്കൽ കണ്ടക്ടർ ഉണ്ട്, അതിന്റെ ചാർജ് എന്ന് പറയുന്നത് 500 കൂളോം ആണ്. അതിനകത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് 562.5 ന്യൂട്ടൺ. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഇറ്റ് സർഫസ്? അതിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, F is equal to Q into E ആണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു F by Q ആണ്. F by Q ആണ്. ഇതൊന്നും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, F is equal to Q into E എന്ന് എഴുതാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ E is equal to F by Q. That is equal to ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 562.5 ആണ്, ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്, 500 ആണ്. That is equal to ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് ആൻസർ എഴുതാം. കാരണം ഒരിക്കലും ഇതിന്റെ ആൻസർ 4.5 into 10⁻⁴ വരില്ല, ഇത് റോങ് ആണ്. 0 അല്ല, ഒരു വാല്യൂ ഉണ്ടാവും. അതുപോലെ 10�6 ഒരിക്കലും വരില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1.125 ആയിരിക്കും. ദിസ് വിൽ ബി ദി ആൻസർ. ദാറ്റ് ഈസ് 1.125 ന്യൂട്ടൺ പെർ കൂളോം അഥവാ ന്യൂട്ടൺ കൂളോം റൈസ് ടു -1. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാതെ തന്നെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ പറ്റണമെന്നില്ല. അങ്ങനെ പറ്റുന്ന ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ആൻസർ ചെയ്തോളൂ. MCQന്റെ ഏറ്റവും വലിയ യൂസ് അതാണ്. നമുക്ക് അവസാനം വരെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആൻസർ എപ്പോൾ കിട്ടുന്നു അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത് മാത്രം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1.25 ന്യൂട്ടൺ കൂളോം റൈസ് ടു -1 ആണ്. ഇനി ഈ ഒരു ക്ലാസിന്റെ PDF ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് PDF ലിങ്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, then നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a region the potential is represented as V of xy z is equal to 6x minus 8xy minus 8y plus 6y z. 6x minus 8xy minus 8y plus 6y z, where V is in volt. V എന്ന് പറയുന്നത് വോൾട്ടിലാണ്, x, y and z are in meters. The electric force experienced by a charge of 2 coulomb situated at point 111 is. അതായത് നമുക്ക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, V is equal to നമുക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ V is equal to 6x minus 8xy minus 8y plus 6y z. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് E is equal to -dV by dr. ദിസ് ഇസ് എ ജനറൽ ഇക്വേഷൻ അല്ലെ, -dV by dr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാര്യങ്ങൾ തന്നിരിക്കുന്നത് കമ്പോണൻസ്, അതായത് x, y, z ഫോർമാറ്റിലാണ്. ദാറ്റ് മീൻസ് R വെച്ചിട്ടല്ല തന്നിരിക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, യൂസ് ചെയ്യാനായിട്ട് പോകും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ Ex is equal to minus dou v by dou x. അതുപോലെ Ey is equal to minus dou v by dou y. and Ez is equal to minus dou v by dou z. ഈ മൂന്ന് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് Ex ന്റെ വാല്യൂ കിട്ടും, Ey യുടെ വാല്യൂ കിട്ടും, ആൻഡ് Ez ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അതായത്
സോറി, നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇലക്ട്രിക് ഫോഴ്സ് ആണ്. ഓക്കെ, റിമെമ്പർ ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് അല്ല. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്തിലേക്ക് വരണം? ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു V ചെയ്യണം. ഓക്കെ, ചാർജ് നമുക്ക് തന്നിട്ടുണ്ട് 2 കൂളോം ചാർജ്. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഞാൻ വെച്ച് ക്വസ്റ്റിന് ചെറിയ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, പ്രശ്നമില്ല. യൂണിറ്റ് എന്ത് തന്നെയാണ്? ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. EX ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആദ്യം ചെയ്യാം. ഡോ വി ബൈ ഡോ എക്സ്. എന്താണ് ഈ ഡോ വി ബൈ ഡോ എക്സ് അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ എക്സിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y z നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തോളാം. സിമ്പിൾ മെത്തേഡ് ആണ്. എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y z എന്തായിട്ട് എടുക്കുക? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സും ഇസഡും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. ഇസഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സും വൈയും എന്തായിട്ട് എടുക്കുക? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഡോ വി ബൈ ഡോ എക്സ് ചെയ്യാം. ഡോ വി ബൈ ഡോ എക്സ്, ദാറ്റ് ഈസ് ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് വിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 6x. എക്സിനായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ 6xന്റെ ഡിഫറൻഷ്യൽ 6 ആണ്. ദാറ്റ് ഈസ് 6 മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ മൈനസ് ഓഫ് 6 then മൈനസ് 8xy. മൈനസ് 8xy. ഞാൻ പറഞ്ഞു എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. സോറി, എക്സ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ മൈനസ് 8y കോൺസ്റ്റന്റ് ആണ്. അതിനെ പുറത്തെടുക്കാം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ മൈനസ് 8y. സോ മൈനസ് 8y. നെക്സ്റ്റ് ടേമിനകത്ത് y മാത്രമേ ഉള്ളൂ. എക്സ് കമ്പോണന്റ് ഇല്ല. സോ അത് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡിഫറൻഷ്യൽ 0. 6yz അതിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? 0 ആണ്. കാരണം അതിനകത്ത് എന്തില്ല? എക്സ് കമ്പോണന്റ് ഇല്ല. സോ നമ്മുടെ ആൻസർ കിട്ടി മൈനസ് of 6 minus 8y, or which can be written as 8y minus 6. 8y minus 6. Okay, ഞാൻ എപ്പോഴും മറിക്കുന്നതിന് എളുപ്പത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. That is v is equal to 6x minus 8xy minus 8y plus 6yz. Okay, 8y plus 6yz. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ v എന്ന് പറയുന്നത്. v is equal to 6x minus 8xy minus 8y plus 6yz. സിമ്പിൾ ആണ്. അടുത്ത നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് വരാം. മൈനസ് ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ y ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്. ഫസ്റ്റ് ടേം എടുത്താൽ 6x ഉള്ളൂ. അതിനകത്ത് y ഇല്ല. സോ അതിന്റെ ഡിഫറൻഷ്യൽ 0. അടുത്തത് മൈനസ് 8xy ആണ്. മൈനസ് 8ഉം എക്സും കോൺസ്റ്റന്റ് ആണ്. y ഒറ്റ വാല്യൂ. അപ്പൊ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് 8x then minus 8y. മൈനസ് 8yയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് മൈനസ് 8 പ്ലസ് 6yz ഉണ്ട്. അപ്പൊ പ്ലസ് 6z ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 8x പ്ലസ് 8 പ്ലസ് മൈനസ് 6z. ഓക്കെ, മൈനസ് 6z അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 8x പ്ലസ് 8 മൈനസ് 6z. അടുത്തതിലേക്ക് വരാം. മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇസഡ് ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്. ഫസ്റ്റ് ടേമിൽ ഇസഡ് ഇല്ല, കളഞ്ഞേക്കാം. സെക്കൻഡ് ടേമിൽ ഇസഡ് ഇല്ല, കളഞ്ഞേക്കാം. തേർഡ് ടേമിൽ ഇസഡ് ഇല്ല, കളഞ്ഞേക്കാം. ഫോർത്ത് ടേമിൽ ഇസഡ് ഉണ്ട്. സോ 6y that is equal to minus 6y. അപ്പൊ ഡോ വി ബൈ ഡോ എക്സ് കിട്ടി, ഡോ വി ബൈ ഡോ വൈ കിട്ടി, ഡോ വി ബൈ ഡോ ഇസഡ് കിട്ടി. ഓക്കെ, ഈ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ആയിരുന്നു നമ്മുടെ ഈ എക്സ് എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് ഈ വൈ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ഇസഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E is equal to EX I cap plus EY J cap plus EZ K cap. EX I cap plus EY J cap plus EZ K cap. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് is a vector quantity. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ which can be written as which is equal to EX ന്റെ വാല്യൂ 8y minus 6 into I cap plus അടുത്തത് 8x plus 8 minus 6z into J cap plus അടുത്തത് minus 6y into K cap. ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിലേ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ദ മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു അതിന് മുമ്പിട്ട് നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അറ്റ് 111 എന്ന് പറയുന്ന പോയിന്റിലെ കേസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അറ്റ് 111 എന്ന് പറഞ്ഞാൽ x 1 ആണ്, y 1 ആണ്, z എന്താണ്? 1 ആണ്. അപ്പൊ എല്ലാത്തിനും y 1 കൊടുക്കാം. അപ്പൊ 8 into 8 വരും. 8 minus 6 2 ആണ്. ദാറ്റ് ഈസ് 2i cap. ഇവിടെ 1 കൊടുക്കുന്നു. 8 plus 8 എന്താവും? 16 minus 6 10 ആവും. ദാറ്റ് ഈസ് പ്ലസ് 10 j cap.
ഇവിടെ -6 kCal. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് പഠിക്കാൻ +1 പഠിച്ചതാണ് വെക്റ്റർ ഫോമിൽ തന്നിരുന്നാൽ 2² + 10² + -6 the whole square 2² + 10² + -6 the whole square that is equal to root of 2 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും 4 + 100 + 36 that is equal to root 140 okay that is the electric field. വേണമെങ്കിൽ ഈ 140 നമുക്ക് എങ്ങനെ എഴുതാം root of 140 എങ്ങനെ എഴുതാം 4 into 35 എഴുതാം അല്ലേ 4 into 35 ആണ് എത്ര പറയുന്നത് 2 into 35 70 plus 78 okay 4 into 35 that is equal to 2 root 35 that will be the electric field അങ്ങനെയാണെങ്കിൽ force F is equal to Q into E ആണ് that is Q 2 coulomb ആണ് into 2 into root 35 ആണ് that is equal to 4 into root 35 so നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 root 35 ആണ് 4 root 35 okay 4 root 35 okay root എഴുതുന്നതിന് പകരമാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ മീനിങ് എന്താണ് 4 root 35 ആണ് 4 35 raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് 4 root 35 ആണ് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 root 35 that will be the answer സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്താൽ മാത്രം മതി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണെന്നുള്ള കാര്യം മാത്രം ഓർമ്മയിൽ വെച്ചിരിക്കാം അങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4 ഇലക്ട്രിക് ചാർജസ് +q -q are placed okay sorry figure complete അല്ല ഞാൻ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ പോയിന്റ് എ എന്ന് പറയുന്നത് here is a charge +q here is a charge +q here is a charge -q and here is a charge -q അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡിസ്റ്റൻസ് 12 ആണ് ഈ ഡിസ്റ്റൻസ് 12 ആണ് ഈ ഡിസ്റ്റൻസ് 12 ആണ് ഇതിന്റെ മിഡ് പോയിന്റ് ആണ് എ എന്ന് പറയുന്നത് സോ ഈ ലെങ്ത് L ആണ് ഈ ലെങ്ത് എത്രയാണ് L ആണ് അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും നോക്കിക്കോളൂ നമ്മുടെ ആൻസർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V is equal to എല്ലാ ചാർജും സെയിം ആണ് അതുകൊണ്ട് നമുക്കൊരു q/4πε0 ഞാൻ കോമൺ എടുക്കാം q/4πε0 കോമൺ എടുക്കുന്നു ബാക്കി മാത്രം എഴുതാം ഓക്കെ അല്ലേ പോട്ടെ കംപ്ലീറ്റ് ആയി എഴുതാൻ പ്രശ്നമില്ല മൊത്തം എഴുതാം അതായത് 1/4πε0 നമുക്ക് ഓരോന്നിന്റെയും പോയിന്റ് കണ്ടുപിടിക്കാം 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് ആദ്യത്തെ ചാർജ് +q ചാർജ് ആണ് അപ്പൊ q /L പ്ലസ് രണ്ടാമത്തെ ചാർജ് ഇതാണ് ഇതിന്റെ എഴുതാം ദാറ്റ് ഈസ് 1/4πε0 അതും എത്ര വരും q/L വരും പ്ലസ് അടുത്തത് ഈ -q ചാർജിൻ്റെത് വേണം അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം ഈ ഡിസ്റ്റൻസ് 2L ഉം ഈ ഡിസ്റ്റൻസ് L ഉം ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് √2L² + L² ആണ് ദാറ്റ് ഈസ് ടോട്ടൽ എന്ത് വരും 4L² + L² that is 5L² that is √5L എന്ന് വരും √5L ഈ ഡിസ്റ്റൻസ് ഞാൻ വരച്ചിരിക്കുന്ന ഫിഗറിന്റെ കുഴപ്പമാണ് ഈ ഡിസ്റ്റൻസ് എത്ര ആണ് √5L എന്നാണ് അപ്പോൾ ഡിസ്റ്റൻസ് √5L ആണ് that is 1/4πε0 ചാർജ് നെഗറ്റീവ് ആണ് സോ -q /√5 × L കാരണം നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും പ്ലസ് ലാസ്റ്റ് ചാർജിൻ്റെത് 1/4πε0 -q /√5 × L ഇനി ഇതിനെ കൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി that is V is equal to എല്ലാത്തിനകത്ത് ഒരു q/4πε0 കോമൺ എടുക്കാം q/4πε0 ഫസ്റ്റ് വാല്യൂ 1/L പ്ലസ് അടുത്ത വാല്യൂ 1/L -1/√5L -1/√5L അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ q /4πε0 2/L minus 2/√5L 2നെ കൂടി കോമൺ എടുക്കാം ദാറ്റ് ഈസ് 1/4πε0 2/L into sorry not 2q /L into 2q /L into 2/L common എടുത്തു therefore 1 minus 1/√5 this will be the answer so നമ്മുടെ ആൻസർ 1/4πε0 2q /L into 1 minus okay option D is the right answer നോക്കാം yes option D is the right answer
ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ഈ ഒരു ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ചാർജ് ആയിരുന്നു. ഈ ഒരു ചാർജ് എന്തായിരുന്നു? പ്ലസ് ക്യൂ ചാർജ്. ഇത് മൈനസ് ക്യൂ ചാർജ്, ഇത് മൈനസ് ക്യൂ ചാർജ്. ഇതിന്റെ മിഡ് പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സൈഡ് എത്ര ആണ്? 12 ആണ്. ഈ ലെങ്തും എൽ ആണ്, ഈ ലെങ്തും എൽ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ക്ലിയർ ആയി കാണുന്നിരുന്നു. ജസ്റ്റ് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ച് ചുമ്മാ പ്രോബ്ലം ചെയ്തെങ്കിൽ പോയാൽ മതി. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: a conducting sphere of radius 10 cm is charged with 10 microcoulomb. Another uncharged sphere of 10 cm is allowed to touch it for some time. After that, if the spheres are separated, then surface density of charges on spheres will be in the ratio of. It's a very good question. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ ഉണ്ട്, അതിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ചാർജ് ചെയ്തിരിക്കുകയാണ്. ചാർജ് ചെയ്തിട്ട് അതിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. സോ ഞാൻ ഫസ്റ്റിൽ തന്നെ R1 എടുക്കുന്നു. ദാറ്റ് ഈസ് R1 ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. സോറി, കളർ മാറ്റാം, വായിക്കാൻ പാടായിരിക്കും. Okay, that is R1 is equal to 10 centimeter. That is equal to 0.1 meter. 0.1 meter. And charged with 10 microcoulomb. And charge എത്രയാണ്? 10 microcoulomb ആണ്. Another uncharged sphere of radius 20 centimeter is allowed to touch it for some time. മറ്റൊരു ചാർജ് എന്ത് ചെയ്യുന്നു? 20 സെന്റിമീറ്റർ ആണ് മറ്റേതിൻ്റെത്. R2 is equal to 20 centimeter. That is equal to 0.2 meter. അപ്പോൾ രണ്ട് സ്പിയേഴ്സ് ഉണ്ട്. അതിൽ ഒരു സ്പിയർ 10 മൈക്രോകൂളം ചാർജ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ സ്പിയറിന് ചാർജ് ചെയ്യില്ല. ഇവരെ തമ്മിൽ എന്ത് ചെയ്യാണ്? ടച്ച് ചെയ്യാണ്. അപ്പൊ അവിടെ ഓർക്കുക, ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് ഫ്ലോ ചെയ്യുന്നത് ഈ രണ്ട് ബോഡീസിന്റെയും അല്ലെങ്കിൽ രണ്ട് സ്പിയേഴ്സിന്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെ ആയിരിക്കും. രണ്ട് ബോഡീസിന്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെ ആയിരിക്കും. നമുക്കറിയാം, ഒരു സ്പെറിക്കൽ ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/r ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ. 1/4πε0 Q/r. 1/4πε0 Q/r. ഓക്കെ, സപ്പോസ് തുടക്കത്തിൽ ഞാൻ ഫിഗർ വരച്ച് കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ സ്പിയർ എടുക്കുന്നു, ഒന്നാമത്തെ സ്പിയർ. ഇത് നമ്മുടെ രണ്ടാമത്തെ സ്പിയർ ആയിരുന്നു. തുടക്കത്തിൽ ഇവരെ തമ്മിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ ചാർജ് 10 മൈക്രോകൂളോമും ഇതിന്റെ ചാർജ് എത്രയുമായിരുന്നു? 0 ഇവരെ തമ്മിൽ ടച്ച് ചെയ്തു. ടച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? അതായത് ഈ രണ്ട് മാസസിനെ തമ്മിൽ ടച്ച് ചെയ്യുന്നു, ദെൻ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് മാസസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ ബോഡി, ഇത് രണ്ടാമത്തെ ബോഡി. ഇപ്പൊ ഇതിന്റെ ചാർജ് Q1 ആണ്, ഇതിന്റെ ചാർജ് എത്രയാണ്? Q2 ആണ്. ബട്ട് രണ്ടു പേരുടെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം അപ്പോൾ മാത്രമേ ചാർജ് ഫ്ലോ എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റോപ്പ് ആവത്തുള്ളൂ. രണ്ട് പേരുടെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ബോഡിയുടെ പൊട്ടൻഷ്യൽ എഴുതിയാൽ 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R1 ആയിരിക്കും. രണ്ടാമത്തെ എഴുതിയാൽ V is equal to 1/4πε0 Q2 ഡിവൈഡഡ് ബൈ R2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റും എന്താണ്? 1/4πε0 Q1/R1 is equal to 1/4πε0 Q2/R2. 1/4πε0 1/4πε0 ക്യാൻസൽ ചെയ്യാം. That is Q1/R1 is equal to Q2/R2. That is Q1/Q2 is equal to R1/R2 ആണ്. Q1/Q2 is equal to R1/R2. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ റേഷ്യോ ഓഫ് സർഫസ് ഡെൻസിറ്റീസ് ഓഫ് ചാർജസ്. സർഫസ് ഡെൻസിറ്റിയുടെ ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്, റേഷ്യോ ഓഫ് ദർ സർഫസ് ഡെൻസിറ്റീസ്. ഓക്കെ, അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് അറിയണം. സർഫസ് ചാർജ് ഡെൻസിറ്റി ഇക്വേഷൻ നമുക്ക് അറിയാം. സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ area, that is 4πr². Sigma is equal to Q divided by 4πr². അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ബോഡിയുടെ എത്രയാണെന്ന് ചോദിച്ചാൽ sigma1 is equal to Q1 divided by 4πr1². രണ്ടാമത്തത് sigma2 is equal to Q2 divided by 4πr2². Sigma2 is equal to Q2 divided by 4πr2². ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. that is sigma1 divided by sigma2 is equal to Q1 divided by 4πr1² divided by Q2 divided by 4πr2². This Q2 this Q1 ഉണ്ടായി പോകും, ക്യാൻസൽ ആയി പോകും. That is equal to ഇതൊക്കെ മോളിൽ പോലെ, that is 4πയും 4πയും ക്യാൻസൽ ആകും. That is R2 sorry ക്യാൻസൽ ആവില്ല. Q1 and Q2 are different. ഈ 4πയും 4πയും ക്യാൻസൽ ആകും. Then ഈ R2 മുകളിൽ പോകും. That is equal to Q1/Q2 into
R2 square divided by R1 square. R2 square divided by R1 square. R2 square divided by R1 square. That is sigma 1 by sigma 2 is equal to Q1 divided by Q2 into R2 square divided by R1 square. Okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുന്നു. സിഗ്മ 1 ഡിവൈഡഡ് ബൈ സിഗ്മ 2 is equal to sigma 1 divided by sigma 2 is equal to Q1 by Q1 by Q2 into R2 square divided by R1 square. R2 square divided by R1 square. But Q1 by Q2 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 by R2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore R1 by R2 into R2 square divided by R1 square. ഓരോ R1 വെച്ച് ക്യാൻസൽ ആയി പോകും. That is R2 divided by R1. That is sigma 1 by sigma 2 is equal to R2 by R1. R2 ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 20 cm divided by 10 cm. സോ നമ്മുടെ ആൻസർ 2:1. മീറ്ററിലേക്ക് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല, സെയിം ആൻസർ കിട്ടും. റേഷ്യോ ആയതുകൊണ്ട് മീറ്ററിലേക്ക് മാറ്റണമെന്നില്ല. That is 20 cm divided by 10 cm എടുത്താൽ മതി. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 2:1. ചെക്ക് ചെയ്യാമാണെന്ന്. യെസ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി എത്രയാണ്? 2:1. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ 10 മൈക്രോ കൂളോം ചാർജൊന്നും നമുക്ക് എന്ത് വേണ്ട, ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമില്ല. വേണമെങ്കിൽ ആ 10 മൈക്രോ കൂളോം ചാർജിനെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ പറഞ്ഞത്. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ പ്രോബ്ലം. ഓക്കെ, ലെറ്റ്സ് ഡു ദി നെക്സ്റ്റ് വൺ. Next one. Two equal unlike charges placed 3 cm apart in air attract each other with a force of 40 Newton. The magnitude of each charge in microcoulomb is. It's a very simple question. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടു ഈക്വൽ ആൻഡ് അൺലൈക്ക്. ഈക്വലും ആണ്, അതുപോലെ അൺലൈക്കും ആണ്. അപ്പോൾ ഒരു ചാർജിനെ ഞാൻ പ്ലസ് ക്യൂ എന്ന് എടുക്കുന്നു, ഒരു ചാർജിനെ ഞാൻ എന്തെന്ന് എടുക്കുന്നു? മൈനസ് ക്യൂ എന്ന് എടുക്കുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്കറിയാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു K into Q1 Q2 by R square. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫോഴ്സ് 40 ആണ്. കെയുടെ വാല്യൂ നമുക്കറിയാം 9 into 10⁻⁹ ആണ്. കാരണം വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഇൻ എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 9 into 10⁻⁹ into Q1 Q2 ഈക്വൽ ആണ് നമുക്കറിയാം. സോ നമ്മൾ Q സ്ക്വയർ എന്ന് എടുക്കുന്നു. Q1 Q2 എന്നതിന് പകരം Q into Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് 3 into 10⁻⁻² മീറ്റർ ആക്കണം. ദാറ്റ് ഈസ് സ്ക്വയർ. ദാറ്റ് ഈസ് 40 is equal to 9 into 10⁻⁹ into Q square divided by 3 square 9 വരും into 10⁻⁻4. this 9 ക്യാൻസൽ ചെയ്യാം. Then 40 is equal to 10⁻⁹, that is Q square into 10⁻⁹ divided by 10⁻⁻4 ആണ്. അപ്പോൾ എത്ര വരും? 10⁻⁹9 plus 4 13. 10⁻13. Okay, then Q square is equal to 40 divided by 10⁻13. That is Q square is equal to 40 into 10⁻⁻13. 40 into 10⁻⁻13. 40 into 10⁻⁻13. Okay. നമുക്കിനി ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത പേജിലേക്ക് എഴുതാം. നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ ഇങ്ങനെയാണ്. Q square is equal to 40 into 10⁻⁻13. 40 into 10⁻⁻13. That is Q square is equal to ഞാനിതിനെ 4 into 10⁻⁻12 എന്ന് എഴുതുന്നു. 4 into 10⁻⁻12 കുഴപ്പമൊന്നുമില്ല. Then Q is equal to root of 4 into 10⁻⁻12 ആണ്. 4ന്റെ റൂട്ട് 2 ആണ്. ഇൻറ്റു 10⁻⁻12ന്റെ റൂട്ട് 10⁻⁻6 ആണ്. ദാറ്റ് ഈസ് 2 into 10⁻⁻6 കൂളം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് മൈക്രോ കോളമിൽ വേണമെന്നാണ്. സോ 2 microcoulomb will be the answer. So നമ്മുടെ ആൻസർ 2 microcoulomb. 2 microcoulomb എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. Okay, I think it's clear now. Okay, then let's do the next problem. A point charge of 2 microcoulomb is at the center of a cubic Gaussian surface 9 cm on edge. What is the net electric flux through the surface? It's a direct question. ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബിന്റെ സെന്ററിലായിട്ട് എന്തിരിപ്പുണ്ട്? ഒരു 2 microcoulomb ചാർജ് ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സർഫസ്? ഒരു സർഫസിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ക്യൂബിലൂടെ ഉള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിനെ ഫൈ എന്ന് എഴുതാണ്. ഫൈ ത്രൂ ദ ക്യൂബിനകത്തോടുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ നമ്മുടെ ഗോസസ് തിയറം ഉപയോഗിക്കാം 1/ε0 Q ആണ്.
അങ്ങനെയാണെങ്കിൽ ഒരു സർഫസിലൂടെയുള്ളത് വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സർഫസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ വൺ സർഫസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ത്രൂ ദ ടോട്ടൽ സർഫസ് ആണ്. സോ ഫൈ ഈസ് ഈക്വൽ ടു 1/8.854 into 10 raised to minus 12, sorry, minus 12, 8.854 into 10 raised to minus 12 into ചാർജിന്റെ വാല്യൂ എത്രയാണ്? 2 മൈക്രോ കൂളോം ആണ്. 2 into 10 raised to minus 6. That will be equal to 2 divided by 8.854 into 10 raised to minus 6 ഉം 10 raised to minus 12 ആണ്. അപ്പോൾ എന്ത് വരും? 10 raised to 6 വരും. 10 raised to 6 that is equal to, ഇതിനെ ഞാൻ അറേഞ്ച് ചെയ്യുന്നു, 20 divided by 8.85 into 10 raised to 5 എന്ന് എഴുതുന്നു. 20 divided by 8 എന്ന് പറയുമ്പോഴത്തേന് 16, 2 point something വരും അല്ലെ, 2.5 into 10 raised to 5 എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2.5 into 10 raised to 5 ആയിരിക്കും. 2.5 into 10 raised to 5. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ ഡിവൈഡ് ചെയ്യുക. സോറി, 2.26 ആണല്ലേ. ഓ, ഇവിടെ നിയർലി ആൻസേഴ്സ് ഉണ്ടല്ലേ. സോറി, അപ്പോൾ സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേ പറ്റൂ. നമ്മുടെ ആൻസർ അപ്പോൾ എന്തല്ല 2.25 അല്ല 2.26 ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 20 divided by 8.854 എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ആൻസർ 2.26 ആണ്. സോറി, ചെയ്ത് നോക്കണ്ട. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 8.85 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഏകദേശം ആൻസർ കിട്ടും അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16, പിന്നെ 4 വരും. 4 പറ്റില്ല. അപ്പോൾ 2 times 40, ഓക്കെ, 2.26 ചെയ്ത് നോക്കണേ. ഞാനത് ചെയ്യുന്നില്ല. 2.26 ജസ്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്, ചെയ്യുന്നില്ല. സോ ആൻസർ എന്ന് പറയുന്നത് 2.26 into 10 raised to 5 Newton meter square per coulomb. This will be the answer. ഞാൻ ഈ ഓപ്ഷൻ കണ്ടില്ല, ഞാൻ 2 ഒറ്റൊരെണ്ണുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് 2.5 എന്ന് മാർക്ക് ചെയ്ത്. സോ അങ്ങനെ ഓപ്ഷനിൽ പറ്റരുത്. ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2.26 into 10 raised to 5 Newton meter square per coulomb ആയിരിക്കും. ചെയ്ത് നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. കാരണം അടുത്തടുത്ത് വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, then next question. A charged oil drop is suspended in uniform electric field 3 into 10 raised to 4 volt per meter so that it neither falls nor rise. The charge on the drop will be. It's very simple. അതായത് നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ടെന്ന് കരുതാം. ഈ ചാർജ് താഴേക്കും വരുന്നില്ല, മുകളിലേക്കും പോകുന്നില്ല. ഇതിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ ഇതിന് താഴേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും, ദാറ്റ് ഈസ് mg. മുകളിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും, ഇലക്ട്രിക് ഫീൽഡ് കാരണം QE. ഇത് മുകളിലേക്കും താഴേക്കും പോകാതിരിക്കണമെങ്കിൽ ഈ QE ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? mg ആയിരിക്കണം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ചാർജ് ആണ്. സോ ചാർജ് is equal to mg divided by E ആണ്. That is equal to m ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 9.9 into 10 raised to minus 15 into g യുടെ വാല്യൂ നമുക്കറിയാം 10 ആണ്, ഡിവൈഡഡ് ബൈ E യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 into 10 raised to 4 ആണ്. That is equal to 10 raised to minus 5 10 കൂടെ ആകുമ്പോൾ, സോറി, 15 14 ആവും. മൈനസ് 4 18 വരും. That is 9.9 divided by 3 into 10 raised to minus 18. That is equal to 3.3 into 10 raised to minus 18. 3.3 into 10 raised to minus 18. So option A will be the right answer. Option A will be the right answer. It's a direct question. It's a very simple question. Okay. ഓർക്കുക, ആ ഓയിൽ ഡ്രോപ്പ് താഴേക്ക് വീഴാതിരിക്കണമെങ്കിൽ താഴേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, വെയിറ്റ്, മുകളിലേക്ക് ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. രണ്ടും എന്താകണം? ക്യാൻസൽ ആയിക്കണം. ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? താഴേക്ക് വീഴാതിരിക്കത്തുള്ളൂ. Then let's do the next question. അടുത്തത് ഒരു assertion reason type question ആണ്. If a point charge Q is placed in front of an infinite grounded conducting plane sheet, the point charge will experiences a force. Okay, assertion ആദ്യം വായിച്ചു. അടുത്ത reason, this force is due to induced charge on the conducting surface which is at zero potential. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, if a point charge Q is placed in front of an infinite grounded conducting plane surface, ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടഡ് കണ്ടക്ടിങ് പ്ലെയിൻ സർഫേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചാർജിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദ പോയിന്റ് ചാർജ് വിൽ എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ പോയിന്റ് ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ പോയിന്റ് ചാർജിനെ നമ്മളൊരു ഗ്രൗണ്ടഡ് കണ്ടക്ടിങ് പ്ലെയിൻ ഷീറ്റിന്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ദിസ് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ദിസ്, ട്രൂ ആണ്. And this force is due to induced charge on the conducting surface. Yes. അതായത് സംഭവത്രേ ഉള്ളൂ. If a point charge Q is placed in front of an infinite grounded conducting plate, അതായത് ഒരു ഗ്രൗണ്ടഡ് പ്ലേറ്റ് വരയ്ക്കുകയാണ്, ഇതാണ് നമ്മുടെ പ്ലേറ്റ്.
ഈ ഒരു പ്ലേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു, ക്യൂ ചാർജിനെ വെക്കുന്നു. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ വെക്കുന്നു. സപ്പോസ് ഇത് പോസിറ്റീവ് ചാർജ് ആണെന്ന് കരുതിക്കൊള്ളാം. ഏത് ചാർജോ ആയിക്കോട്ടെ, സപ്പോസ് ഞാൻ അത് പോസിറ്റീവ് ചാർജ് ആയിട്ട് എടുക്കുന്നു. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇൻഡക്ഷൻ കാരണം, ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചതാണ്. ഇൻഡക്ഷൻ കാരണം ഈ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും, ഈ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് എല്ലാം എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ആയി പോകും, കാരണം ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, സോ അവർക്കിടയിൽ എന്തുണ്ടാവും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ എന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ദിസ് ഫോഴ്സ് ഈസ് ഡ്യൂ ടു ദ ഇൻഡ്യൂസ്ഡ് ചാർജ് ഓൺ ദ കണ്ടക്ടിങ് സർഫസ് വിച്ച് ഈസ് അറ്റ് സീറോ പൊട്ടൻഷ്യൽ. ശരിയാണ്, നമ്മുടെ പ്ലേറ്റിനകത്ത് ചാർജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. സോ ഇതെന്താണ്, ട്രൂ ആണ്, ഒപ്പം എന്തുമാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. സോ ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ദാറ്റ് ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Okay, then next question. A charge is quantized. ഒരു ഡൗട്ടും ഇല്ല, it is true. A charge is quantized. Charge which is less than 1 coulomb is not possible. അത് ശരിയല്ല. Charge which is less than 1 coulomb is not possible. This is not right. അപ്പൊ എന്താണ്, എ ട്രൂ ആണ്, ബി എന്താണ്, കാരണം ഇലക്ട്രോണിന്റെ ചാർജ് തന്നെ -1.602 into 10⁻⁻19 കൂളോം ആണ്, വിച്ച് ഈസ് ഓൾസോ ലെസ് ദാൻ 1 കൂളോം. ഓക്കെ, സോ എ ട്രൂ ആണ്, ബി എന്താണ്, sorry, reason എന്താണ്, false ആണ്. That is A is true and reason is false. Okay, then let's next question. The electric flux emanating out and entering a closed surface are 8 into 10⁻³ and 2 into 10⁻³ voltmeter respectively. The charge enclosed by the surface is 0.053 microcoulomb. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. അപ്പൊ നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 8 into 10⁻⁻3 8 into 10⁻⁻3 minus 2 into 10⁻⁻3. That will be equal to 5 into 10⁻⁻3. 5 into 10⁻⁻3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചാർജ് കണ്ടുപിടിക്കണം. ചാർജ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു 5 into ε0. That is net 5 എന്ന് പറയുന്നത് 5 ആണ്. 5 into 10⁻⁻3 into 8.854 into 10⁻⁻12 ആണ്. That is equal to ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് നോക്കുക. ഞാൻ ചെയ്യുന്നില്ല. ഇതിന്റെ ആൻസർ കിട്ടുന്നത് ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് എന്നാണ് കിട്ടുന്നത്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും, 0.053 മൈക്രോ കൂളോം തന്നെ എന്ത് കിട്ടും, ആൻസർ കിട്ടും. 0.053 മൈക്രോ കൂളോം തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, ആൻസർ കിട്ടുന്നതായിരിക്കും. സോ ചെയ്ത് നോക്കുമ്പോൾ ഇതേ സെയിം ആൻസർ എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. ഇനി ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് മേ ബി അപ്ലൈഡ് ടു വെരിഫൈ. ഇത് കാരണം എന്താണ്, ഗോസസ് തിയറം ആണ്, നമ്മൾ ഗോസസ് തിയറം ആണ് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അസർഷൻ ആൻഡ് റീസൺ ആർ സെയിം. Correct. Assertion and reason are correct, and the reason is the correct explanation of assertion. Okay, സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ സോൾവ് ചെയ്യുന്നില്ല, കാൽക്കുലേഷൻ മാത്രം ഞാൻ ചെയ്യുന്നില്ല. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ചെയ്യാനുള്ള മെത്തേഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. And next question. If a charge on a capacitor is increased by 2 coulomb, the energy stored in it increased by 21%. The original charge on the capacitor is. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. If the charge on a capacitor is increased by 2 coulomb, ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് എത്ര കൂട്ടുന്നു, 2 coulomb കൂട്ടുന്നു. The energy stored in it is increased by 21%. 21% എനർജി കൂടി. The original change on the capacitor, original charge on the capacitor ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കുക, let Q be the initial charge, അല്ലെങ്കിൽ Q1 be the initial charge. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സി ആണ്, കോമൺ ആയിട്ട് എടുക്കുന്നു, കാരണം കപ്പാസിറ്റൻസ് മാറുന്നില്ല. Q1 be the initial charge. അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജിയുടെ ഇക്വേഷൻ അറിയാം. എനർജി ഈസ് ഈക്വൽ ടു Q² ഡിവൈഡഡ് ബൈ 2C ആണ്. ഇവിടുത്തെ കേസിൽ ഇനിഷ്യൽ കേസിന് ഞാൻ Q1 എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് Q1² ഡിവൈഡഡ് ബൈ 2C. U1 is equal to Q1² by 2C. Then നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രീസ്ഡ് ബൈ 2 coulomb ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മുടെ പുതിയ ചാർജ് ലെറ്റ് Q2 be the final charge. Q2 ആണെന്ന് കരുതാം, നമ്മുടെ ഫൈനൽ ചാർജ് എന്ന് കരുതാം. Q2 ആണ് ഫൈനൽ ചാർജ് എങ്കിൽ U2 is equal to
Q2 square divided by എന്തായിരിക്കും 2C ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് പെർസെന്റേജ് ഇൻക്രീസ് തന്നിട്ടുണ്ട്. പെർസെന്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ അറിയാം എന്താണ് ഫൈനൽ മൈനസ് ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് U2 മൈനസ് U1 ഡിവൈഡഡ് ബൈ U1 ഫൈനൽ മൈനസ് ഇനിഷ്യൽ ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 21%. അടുത്ത പേജിലേക്ക് എഴുതാം. ദാറ്റ് ഈസ് U2 മൈനസ് U1 ഡിവൈഡഡ് ബൈ U1 ഈസ് ഈക്വൽ ടു 0.21. അതായത് 100ന് അപ്പുറത്തോണ്ട് എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് U2ന് പകരം Q2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2C മൈനസ് Q1 square divided by 2C the whole divided by Q1 square divided by 2C. എല്ലാ ടേമിനകത്തും 2C ക്യാൻസൽ ചെയ്യാം. that is equal to 0.21. അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ Q2 square minus Q1 square divided by Q1 square is equal to 0.21. Q2 square minus Q1 square divided by Q1 square is equal to 0.21. Then നമുക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് Q2 മൈനസ് Q1 എന്ന് പറയുന്നത് എത്രയാണ് 2 മൈക്രോ കൂളോം. എത്രയാണ് the charge is increased by 2 coulomb എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. so Q2 minus Q1 is equal to 2 ആണ്, or Q2 is equal to Q1 plus 2 ആണ്. Q2 is equal to Q1 plus 2 ആണ്. Q2 is equal to Q1 plus 2. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. രണ്ട് ഇക്വേഷൻസും ഒപ്പം രണ്ട് വേരിയബിൾസും. രണ്ട് വേരിയബിൾ കണ്ടുപിടിക്കാൻ നമുക്ക് Q1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ ചെയ്യാം? Q2 square minus Q1 square divided by Q1 square നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? Q2 square divided by Q1 square minus 1 is equal to 0.21, or Q2 square divided by Q1 square is equal to പ്ലസ് ആകും 1.21. അങ്ങനെയാണെങ്കിൽ Q2 square is equal to 1.21 into Q1 square. റൂട്ട് എടുക്കാം. Q2 സ്ക്വയറിന്റെ റൂട്ട് Q2, 1.21 റൂട്ട് 1.1 ഇൻറ്റു, കാരണം 1.1 സ്ക്വയർ ആണ് അത്ര 1.21. ഓക്കെ, ഇൻറ്റു Q1. ഇനി നമുക്ക് Q2ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q2 is equal to എത്രയാണ്? Q1 plus 2. therefore Q1 plus 2 is equal to Q1 plus 2 is equal to 1.1 Q1. 1.1 Q1. That is not 11, 1.1. okay, 1.1 into Q1. okay, അങ്ങനെയാണെങ്കിൽ Q1 അപ്പുറത്ത് കൊണ്ടുപോകാം. that is 2 equal to 1.1 Q1 minus Q1. that is equal to 0.1 Q1, or Q1 is equal to 2 divided by 0.1 or equal to 20 coulomb. So നമ്മുടെ ആൻസർ 20 coulomb. that is the right answer, 20 coulomb. okay, സോ നമ്മുടെ ഇനിഷ്യൽ ചാർജ് Q1, ഇനിഷ്യൽ ആയിരുന്നത് Q1. അപ്പോൾ ഇനിഷ്യൽ ചാർജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 20 coulomb ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്. നമുക്ക് ഫിസിക്സിന്റെ ഭാഗമായി നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന കോൺസെപ്റ്റ് ഇതാ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം. ഇത് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണ്. അതുപോലെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ കാര്യമാണ് Q2 മൈനസ് Q1 ഈസ് ഈക്വൽ എത്ര എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ, പ്രോബ്ലം അല്ല, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് വെയർ അപ്ലയൻസസ് ആർ നീഡ് മോർ വാട്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് ആൻഡ് കറന്റ്. സിമ്പിൾ ആണ്. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ഓർ ഇലക്ട്രിക്കൽ ചാർജ്. ചാർജിനെ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ചാർജ് പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ്. ചാർജ് നമ്മുടെ ഡിവൈസിന് കൊടുക്കുന്നു പറഞ്ഞാൽ കറണ്ട് ഡിവൈസിന് കൊടുക്കുന്നതാണ്. സോ നമ്മുടെ ആൻസർ കറണ്ട് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട്. ദാറ്റ് വിൽ ബി ദി റൈറ്റ് ആൻസർ. The next question, if the potential of a capacitor having capacity 8 picofarad is increased from 10 volt to 20 volt, then increase in its energy will be. And increase in energy ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, ഇനിഷ്യൽ വോൾട്ടേജ് 10 ആയിരുന്നു, ഫൈനൽ വോൾട്ടേജ് 20 ആയിരുന്നു. എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഒരുപാട് ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് ഉണ്ട്. Q square by 2C പഠിക്കാനുള്ള ഇക്വേഷൻസ്. Q square by 2C, energy is equal to half CV square and energy is equal to half QV by 2, half QV. 3 ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കപ്പാസിറ്റൻസും വോൾട്ടേജും ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും, ഈ ഇക്വേഷൻ ഉപയോഗിക്കും. സോ ഇനിഷ്യൽ എനർജി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് U1 is equal to half into C എന്ന് പറഞ്ഞാൽ 8 picofarad, that is 8 into 10 raised to minus 12 into 10 volt.
that is equal to 4 into 10 raised to minus 11. 4 into 10 raised to minus 11. അങ്ങനെയാണെങ്കിൽ ഫൈനൽ എനർജി കണ്ടുപിടിക്കാം. U2 is equal to 1 by 2 into 8 സ്ഥാനത്ത് 8 into 10 raised to minus 12 into 10 വരും എത്ര വരും 20 വരും. That is equal to 8 into 10 raised to minus 11. 8 into 10 raised to minus 11. അങ്ങനെയാണെങ്കിൽ U2 minus U1 കണ്ടുപിടിക്കാം. That is U2 minus U1 is equal to 4 into 10 raised to minus 11. That will be the answer. 4 into 10 but minus 6 ആണല്ലോ. What is the increase in its energy will be? Sorry. CV square ആണ് equation. CV square ആണ് equation. അപ്പോൾ CV square എന്ന് പറയുമ്പോൾ ഇവിടെ വീണ്ടും ഒരു 10 വരും. ഇവിടെ വീണ്ടും ഒരു 20 വരും. Sorry guys. സോ നമ്മുടെ ആൻസർ ഇതല്ല. ആൻസറിൽ വ്യത്യാസം വരും. നോക്കാം. സോ ഇതിൻ്റെ ആൻസർ 4 into 10 raised to minus 10. ഇവിടുത്തെ ആൻസർ 2 2 ക്യാൻസൽ ആവും. 16 into 10 raised to minus 10. 16 into 10 raised to minus 10. Okay, 16 into 10 raised to minus 10. That is equal to 16 minus 4 12 ആകും. That is 12 into 10 raised to minus 10 will be the answer. അത്രയും ജൂൾ ആയിരിക്കും. 12 into 10 raised to minus 2. പക്ഷെ ഇവിടെ minus 4 ആണ് തന്നിരിക്കുന്നത്. Think. Okay. This is wrong. Answer 12 into 10 raised to minus 10 ജൂൾ ആണ്. ഇവിടെ എന്തുകൊണ്ട് ഇത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 പീക്കോ ഫാരഡ് അല്ല ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. 8 മൈക്രോ ഫാരഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ദിസ് വിൽ ബി ദ ആൻസർ. 8 മൈക്രോ ഫാരഡ് ആയിരുന്നുവെങ്കിൽ ഇതായിരുന്നു ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ 8 മൈക്രോ ഫാരഡ് എന്നായിരുന്നു. ചിലപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കാം. 8 മൈക്രോ ഫാരഡ് ആണെങ്കിൽ നമ്മുടെ ആൻസർ 12 into 10 raised to minus 4 പീക്കോ ഫാരഡ് ആണെങ്കിൽ നമ്മുടെ ആൻസർ 12 into 10 raised to minus 10 ആണ്. കാരണം മൈക്രോ ഫാരഡ് ആകുമ്പോൾ 10 raised to minus 6 വരും. അതിൽ നിന്ന് ഒരു 2 കുറയും. ദാറ്റ് ഈസ് 10 raised to minus 4 ആകും. മറ്റടുത്ത് അങ്ങനെയല്ല, 10 raised to minus 12 ആയിരുന്നു. അതിലൂടെ 2 കൂടുകയാണ്, കുറയല്ല, 2 കൂടും. അപ്പോൾ ഇത് വരും 10 raised to minus 10 വരും. ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ 8 പീക്കോ ഫാരഡ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 12 into 10 raised to minus 10 ആയിരിക്കും. ദിസ് വിൽ ബി ദി ആൻസർ. ഇനി ക്വസ്റ്റ്യനിൽ 8 മൈക്രോ ഫാരഡ് എന്നായിരുന്നു എങ്കിൽ നമ്മുടെ ആൻസർ 12 into 10 raised to minus 4 ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് ആയി പോയി. നമ്മുടെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ തിരുത്തിക്കൊള്ളുക. 8 മൈക്രോ ഫാരഡ് എന്നാക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് തന്നെ കിട്ടും? ഓപ്ഷൻ എ തന്നെ കിട്ടും. ഓക്കെ, അല്ല പീക്കോ ഫാരഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എ തെറ്റാണ്. ഇതിനകത്ത് നമ്മുടെ ആൻസർ ഇല്ല. ഓക്കെ, ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആണ്, അഡ്ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് പോയി വന്ന് നിൽക്കുകയാണ്. സോ വീഡിയോ എടുക്കുന്നത് വളരെ പാടാണ്. എപ്പോഴും ബ്രേക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകും. സോ ലൈറ്റിൻ്റെ ഇഷ്യൂ വരും. വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, വീണ്ടും കറണ്ട് വരും. അങ്ങനെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടാത്ത ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ നിങ്ങൾക്ക് അറിയാം. 9446550138 എന്ന് പറയുന്ന ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. കോൾ ചെയ്താൽ കിട്ടില്ല, വാട്സാപ്പ് ചെയ്യുക. ആ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഡൗട്ട്സ്, നിങ്ങൾക്ക് ഏത് ക്വസ്റ്റിൻ്റെ ഡൗട്ടാണുള്ളത് ആ ഡൗട്ട് ഞാൻ തരുന്നതായിരിക്കും, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്തായാലും അടുത്ത ദിവസം നല്ല ഹാപ്പി ആയിട്ട് എക്സാം എഴുതുക, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ ടേം 2ന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഈ നമ്പറിൽ ജസ്റ്റ് നിങ്ങളുടെ പേര് മെസ്സേജ് ചെയ്ത് കാര്യം എന്താണെന്ന് മാത്രം പറയുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.